എന്തുകൊണ്ടാകാം ഒരു നൂറ്റാണ്ട് മുമ്പ് രചിക്കപ്പെട്ട ഈ പുസ്തകത്തിന് പുറകെ സിനിമാ ലോകം സഞ്ചരിക്കുന്നത്? എന്തുകൊണ്ടാകാം ഈ പുസ്തകത്തെ ആധാരമാക്കി ഇത്രയുമധികം ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്? 1917 ശരത്ചന്ദ്ര ചത്തോപാധ്യായ എഴുതി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സാഹിത്യ ലോകത്ത് ഒരു ക്ലാസിക് ട്രാജഡിയായി അറിയപ്പെട്ടു. മനുഷ്യ മനസ്സുകളുടെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറും ഇമോഷണൽ വീക്ക്നെസ്സുകളും വളരെ ആഴത്തിൽ തന്നെ ഈ പുസ്തകം സംസാരിക്കുന്നു. പുസ്തകം ഇറങ്ങി 15 വർഷത്തിനുള്ളിൽ തന്നെ PC ബരുവ ദേവദാസിനെ ഒരു ട്രാജിക് മാസ്റ്റർ പീസായി വെള്ളിത്തിരയിലേക്ക് എത്തിച്ചു. പതിറ്റാണ്ടുകൾക്കിപ്പുറം 2006 സഞ്ജയ് ലീല ബൻസാലി തന്റെ ഗ്രാൻഡ് വിഷ്വൽസും ലാവിഷ് പലറ്റ്സും യൂസ് ചെയ്ത് ഷാരൂഖ് ഖാൻ, മാധുരി ദീക്ഷിത്, ഐശ്വര്യ റായ് എന്നിവരെ അണിനിരത്തി ദേവദാസിന്റെ ഒരു റൊമാൻറ്റിക് വെർഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുമ്പ് വന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദേവദാസിനെയാണ് ദേവ്ഡി എന്ന തന്റെ ചിത്രത്തിലൂടെ അനുരാഗ് കശ്യപ് നമുക്ക് കാണിച്ചു തരുന്നത്. മോഡേൺ ഇന്ത്യയുടെ ബാക്ക്ഡ്രോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചിത്രം മനുഷ്യവികാരങ്ങളെ വളരെ റോ ആയും കെയോട്ടിക്കായും അവതരിപ്പിക്കും. ചിത്രത്തിൽ അഭയ് ഡിയോളിന്റെ ദേവ് ഹ്യൂമൻ ടോക്സിറ്റിയുടെ പര്യായമായി മാറും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അരുൺ മാതേശ്വരന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ദി ദേവദാസ് യൂണിവേഴ്സ്. ദേവദാസ് ചന്ദ്ര കൂട്ടുകെട്ട് എത്രമാത്രം വയലന്റ് ആണെന്നും ഡിസ്ട്രക്റ്റീവ് ആണെന്നും ഈ അടുത്തിറങ്ങിയ DC ട്രെയിലർ കണ്ട എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. ചന്ദ്രയ്ക്ക് വേണ്ടി തോക്കെടുക്കുന്ന ദേവദാസായി ലോകേഷ് കനകരാജും തന്റെ നിലനിൽപ്പിന് വേണ്ടി തോക്കെടുക്കുന്ന ചന്ദ്രയായി വാമിക ഗബ്ബിയും ചിത്രത്തിൽ വേഷമിടും. പ്രണയത്തിനും സ്വാതന്ത്ര്യത്തിനുമായി മനുഷ്യൻ എത്ര ദൂരം പോകുമെന്നും എന്തെല്ലാം ചെയ്യുമെന്നുമാകാം DCയുടെ ഇതിവൃത്തം. ചിത്രത്തിനായി അനിരുദ്ധ് നിർമ്മിച്ച രാഗ ഓഫ് റിവെഞ്ച് എന്ന ഗാനം ഇതിനോടകം തന്നെ ഹിറ്റ് ചാർട്ടുകൾ കീഴടക്കിയിരിക്കുകയാണ്. ഈ ഗാനവും ആക്ഷൻ കൊറിയോഗ്രാഫിയും ചേർന്ന് സിനിമയ്ക്ക് നൽകുന്ന അറ്റ്മോസ്ഫിയർ കാണികൾക്കിടയിൽ വലിയൊരു ബസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യ മനസ്സിന്റെ വേദനകളെ പല സിനിമാറ്റിക് ടെക്സ്റ്റുകളിലേക്ക് മാറ്റി എഴുതുമ്പോഴും അതിന്റെ ഇമോഷണൽ ഡെപ്തിന് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിലുള്ള എഴുത്താകാം ചത്തോപാധ്യായയുടെ ദേവദാസിനെ സിനിമാ ലോകത്തിന് ഇത്ര പ്രിയങ്കരമാക്കിയത്. നിങ്ങളുടെ പ്രിയപ്പെട്ട ദേവദാസ് സിനിമ കമന്റ് ചെയ്യുക. ആൻഡ് ഫോളോ ഫോർ മോർ സ്റ്റോറീസ് ബിഹൈൻഡ് ദ സീൻ.